ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഒന്നും ചേർക്കുന്നില്ല. വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ റൈസ് ആട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കാട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാട്ടോ. അപ്പോൾ അതിപ്പോൾ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ അരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതാ കൈ എടുത്ത അരിയിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുതിർന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ടിയില്ല, അരമണിക്കൂർ മാത്രം മതിയാവും കേട്ടോ. ഈ ഒരു റൈസിന് ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോട്ടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ വെച്ചാൽ മതിയേ. ഇനി നമ്മൾ ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായി ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓയിലൊന്ന് ചൂടായിട്ട് വന്നു വെച്ചാൽ നമ്മളതിലേക്ക് ഒരു വലിയ സവാള, നല്ല വലുപ്പമുള്ളൊരു തക്കാളി, ഒരു 5-8 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതൽ നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മാത്രമായിട്ടുള്ള കുറച്ച് നമ്മൾ ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ സ്മെല്ലൊന്ന് കളറൊന്ന് മാറി വരുമല്ലോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മല്ലി, പച്ചമല്ലി ആട്ടോ ചേർക്കുന്നത്. ഇതുപോലുള്ള മല്ലി നമ്മൾ ചേർക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മല്ലി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഭാഗത്തിന് ആയിക്കഴിഞ്ഞാൽ മതി. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പം നമ്മളിത് നന്നായിട്ട് ഇതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളിത് ആ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്തെടുത്ത അതേ പാനിൽ തന്നെയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിത് ആ മസാലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ ചെറുനാരങ്ങ ഒന്നും ചേർത്തിട്ടില്ല. പുളിപ്പിനായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വലിപ്പമില്ലാണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാവേ. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഓരോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി 1 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് തന്നെയാട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു സൈഡും കൂടി 1 മിനിറ്റും കൂടി ഇതാ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാലയുടെ വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ. നമുക്കിത് ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് പോവാതെ സൂക്ഷിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിനി ചിക്കൻ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ആ ഒരു ചിക്കനൊക്കെ മാറ്റിയിട്ട് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു റൈസിന് ഒരുപാട് എണ്ണയൊന്നും എടുക്കുന്നില്ല കേട്ടോ. കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 2 ടീസ്പൂണോളം ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബേ ലീഫും കറുവപ്പട്ട, ഏലക്കായ് അങ്ങനത്തെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഇതാ കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമ്മളിപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ആ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാലയുടെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ഒരു മാഗി ക്യൂബും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കി എടുത്തിട്ട് റൈസിന് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ ചേർക്കുന്നത്. നമ്മളിപ്പോൾ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ റൈസ് എന്ന് പറഞ്ഞാൽ 3 കപ്പ് റൈസ് ഉണ്ടാവും. ഏകദേശം നമ്മൾ അതിലേക്ക് ഇപ്പോൾ 3.5 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒരുപാടായിപ്പോൾ അത് നോക്കാം. നമ്മൾ ഇത് ഊറ്റിയെടുക്കുന്നില്ല, നമ്മൾ വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമയത്താട്ട് ഇതിലേക്ക് ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട്. നമ്മൾ ഉണക്ക ചെറുനാരങ്ങയില്ലേ മന്തിയിലേക്ക് ചേർക്കുന്നത്, അതാട്ടോ ചേർക്കുന്നത്. അത് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമ്മളിതിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റിച്ചിട്ട് നമ്മൾ റൈസ് ഉണ്ടല്ലോ അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് റൈസ് മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതിൽ നിന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ റൈസൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് മെല്ലെ മെല്ലെ ഇളക്കിയാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അരി പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നന്നായിട്ട് റൈസ് ഒന്ന് വെന്ത് പൊങ്ങി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് 1-2 പ്രാവശ്യം 5 മിനിറ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസ് അങ്ങ് റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കനിലേക്ക് കുറച്ച് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയും കൂടി ചേർക്കുമ്പോൾ നമ്മളെ ചിക്കനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണും നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസും, ഒരു 1/2 ടീസ്പൂണും നമ്മൾ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂട്ടി എടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ, നന്നായിട്ട് മുക്കി പൊരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള എണ്ണ മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളിത് ആ മസാലയൊക്കെ നന്നായിട്ട് നമ്മളെ ചിക്കനിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ ആവശ്യത്തിന് മാത്രമുള്ള ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടച്ച് വെക്കാതെ തന്നെ നമുക്ക് 1-2 സൈഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് കുറുകിയിട്ട് വരുന്ന ആ ഒരു ടൈം മതിയാവും കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് 2 സൈഡ് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിനായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രീ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനായപ്പം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് റൈസ് ഒന്ന് വെന്ത് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് 1-2 പ്രാവശ്യം 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുന്നിട്ട് 5 മിനിറ്റ് വീണ്ടും വെക്കുക. അപ്പോൾ 1-2 പ്രാവശ്യം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റൈസ് അങ്ങ് പൊടിഞ്ഞു പോവേ. അപ്പോൾ ഈ ഒരു ഭാഗത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗീ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗീ ചേർത്താൽ മതിയേ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റൈസ് റെഡിയാക്കി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റൈസാണ്. നമ്മളിതാ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 മിനിറ്റോളം ഒന്ന് അടുപ്പത്തോട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റൈസാണ്. സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റൈസും കൂടി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ഒന്നും മറക്കല്ല കേട്ടോ.